ശ്രീനിവാസന്റെ സിനിമകൾ ആസ്വദിച്ചിട്ടുള്ളവർക്കെല്ലാം അത്ഭുതത്തോടെ പലപ്പോഴും ചോദിക്കാറുണ്ട്, അദ്ദേഹത്തിന് ഇലുമിനാറ്റി ഉണ്ടോ എന്നാണത്. കാരണം അത്രത്തോളം ദീർഘവീക്ഷണത്തോടെയാണ് ഓരോ സിനിമകളും അദ്ദേഹം എഴുതുന്നത്. 10-20 വർഷം മുമ്പ് അദ്ദേഹം എന്താണോ സിനിമയിലൂടെ പറഞ്ഞത്, അത് തന്നെയാണ് വള്ളി പുള്ളാതെ തെറ്റാതെ കേരളത്തിൽ നാം ഓരോരുത്തരും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ അഭിമുഖം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ ദിലീപ് ആരാധകർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയും ചർച്ചയാക്കുകയും ചെയ്യുകയാണ്. കേസിൽ ആരംഭഘട്ടം മുതൽ ദിലീപിനെ അനുകൂലിച്ചാണ് ശ്രീനിവാസൻ സംസാരിച്ചത്. കെട്ടിച്ചമച്ച കഥയാണെന്നും തനിക്കറിയാവുന്ന ദിലീപ് ഒരിക്കലും ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യില്ലെന്നുമാണ് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായ ശേഷം ഞാൻ കേട്ടത് പൾസർ സുനി എന്നൊരാൾക്ക് 1.5 കോടി രൂപ കൊടുത്ത് ദിലീപ് ഈ കൃത്യം ചെയ്തു എന്നതാണ്. എനിക്കറിയാവുന്ന ദിലീപ് 1.5 കോടി പോയിട്ട് 1 പൈസ പോലും ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടി ചെലവാക്കുകയില്ല. അത് എനിക്ക് വിശ്വസിച്ചുകൂടെ? ദിലീപ് മോശക്കാരനാണോ നല്ലവനാണോ എന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഇത്രയും പൈസ ഇങ്ങനൊരു കാര്യത്തിന് ദിലീപ് ചെലവഴിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ. അതുതന്നെ പൾസർ സുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുക്ക്ഡ് അപ്പ് ആയിട്ടുള്ള കഥയാണ്. ദിലീപിനെ ഇതിൽ ഫ്രെയിം ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നു. അത് പല കാര്യങ്ങളും കേട്ടാൽ നമുക്ക് മനസ്സിലാകുമെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. കേസിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ്. ഗൂഢാലോചന കുറ്റമായിരുന്നു നടനുമേൽ ചുമത്തിയിരുന്നത്. പക്ഷേ പ്രോസിക്യൂഷന് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. വാദിഭാഗം കോടതിയിൽ ഹാജരാക്കിയ പല തെളിവുകളും ദുർബലമായിരുന്നു. കോടതി വിധിയും വിധിപ്പകർപ്പും വായിച്ച ശേഷം ശ്രീനിവാസൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കാൻ തോന്നുകയാണെന്ന് ദിലീപ് അനുകൂലികളുടെ പ്രതികരണങ്ങൾ. ശ്രീനിവാസൻ ഒന്നും വെറുതെ പറയാറില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ വീണ്ടും തെളിയുന്നു. വിധിപ്പകർപ്പ് വായിച്ച ആളുകൾക്ക് മനസ്സിലാകും ശ്രീനിവാസൻ പറഞ്ഞത് കറക്റ്റാണെന്ന്. ദിലീപ് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നീതി. കോടതി വിധിയൊക്കെ ഇദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ സിനിമയുടെ ഡയലോഗുകൾ പോലും ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ ദീർഘവീക്ഷണത്തിൽ നിന്ന് ഉണ്ടായതാണ്.